കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് എം കെ രാഘവന്റെ പ്രതികരണം കാണാം ഇനി. മൂന്നാം തവണയാണ് എം കെ രാഘവൻ കോഴിക്കോട് നിന്നും ജനവിധി തേടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി എം കെ രാഘവൻ തന്നെയാണെന്നുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ ഹൈക്കമാൻഡിൻ്റെ അനുമതിയും മറ്റും പ്രചരണം തുടങ്ങാനായി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണം ഒരു പരിധിവരെ അദ്ദേഹം തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ എം കെ രാഘവൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. മൂന്നാം തവണയാണ് ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനായി പാർട്ടി നിയോഗിക്കുന്നത്. അത് പാർട്ടിക്ക് താങ്കളിലുള്ള ഒരു വിശ്വാസം കൂടി വ്യക്തമാക്കുന്നതാണ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? അല്ല, കഴിഞ്ഞ രണ്ട് തവണ 2009-ലും 2014-ലും കോഴിക്കോട് നിന്ന് ജയിക്കാൻ ഇടയായിട്ടുള്ളത് ജനങ്ങൾക്ക് എന്നിലും എനിക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് മൂന്നാം തവണയും പാർട്ടിക്ക് അനുകൂലമായ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ UDFന് അനുകൂലമായ ഒരു മണ്ഡലമായി മാറാനും മാറ്റാനും വേണ്ടിയാണ് എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് തവണയും ആദ്യം വരുമ്പോൾ താങ്കൾ ഇവിടെ പുതുമുഖമായിരുന്നു. CPMൻ്റെ ഒരു കുത്തക മണ്ഡലത്തിലെ വിജയം 700-ലധികം വോട്ടുകൾക്കായിരുന്നു. കഴിഞ്ഞ തവണ എത്തുമ്പോഴേക്കും അത് CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ A വിജയരാഘവനെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് താങ്കൾ വീണ്ടും MP ആയത്. ഇത്തവണയിലേക്ക് എത്തുമ്പോൾ മത്സരം കുറച്ച് കടുത്തതാണ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം രാഘവേട്ടനെ പോലെ തന്നെ ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇടതുപക്ഷവും തയ്യാറായി. സിറ്റിംഗ് MLA A പ്രദീപ് കുമാറിനെ ഇറക്കുന്നു. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ നഗരത്തിൽ വലിയ സുപരിചിതനാണ്, താങ്കളെപ്പോലെ തന്നെ. അപ്പോൾ ആ മത്സരത്തിനൊരു കടുപ്പം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഈ 2009 മത്സരിച്ച റിയാസും നല്ല വ്യക്തിത്വമുള്ള ആളാണ്. 2014 LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിജയരാഘവൻ നല്ല വ്യക്തിത്വമുള്ള ആളാണ്. 3 MP ആളാണ്. അതുകൊണ്ട് 2019 പ്രത്യേകിച്ച് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കോഴിക്കോട്ടെ ജനങ്ങൾ സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ MP എന്നുള്ള പ്രവർത്തനം വളരെ കൃത്യമായി വിലയിരുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ 2009-ഉം 2014-ഉം എന്തായിരുന്നുവോ അത് 2019-ലും ആവർത്തിക്കപ്പെടും. തവണയും വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എം കെ രാഘവനുമുള്ളത്.